ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരുപാട് ഗ്രേവി ഒന്നുമില്ലാത്ത നല്ല തിക്കായിട്ടുള്ള കുക്കിംഗ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്ന ഒരു ചിക്കൻ കറി എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ചിക്കൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 കിലോയോളം ചിക്കനാണുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കുറച്ചധികം കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, ഒരു 3 സവാള, ഒരു 10-15 ചെറിയുള്ളി തൊലി കളഞ്ഞത്, പൊടികളായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഉപ്പ്, ഗരം മസാല, മല്ലിപ്പൊടി. ഇത്രയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ ഇഞ്ചി തൊലി കളഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയുടെ അല്ലികളും, ഈ വെളുത്തുള്ളിയുടെ അല്ലിയിൽ ഒരു കേടായിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോഴാണ് കണ്ടത്. അപ്പോൾ ഞാൻ അതൊന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒട്ടും വെള്ളം ഒഴിക്കാതെ നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം മിക്സിയുടെ ജാറിൽ നിന്ന് നമുക്ക് ഈ പേസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് നമ്മുടെ തക്കാളി, ഞാനിവിടെ ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളിയാണ് എടുത്തേക്കുന്നത്, അതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കനിലേക്ക് നമ്മുടെ ടേസ്റ്റിന് ആവശ്യമായിട്ടുള്ള ഉപ്പും ഒരു 1-2 ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നേരത്തെ നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഈ പേസ്റ്റും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പച്ചമുളകുണ്ട്, അതുകൊണ്ട് തന്നെ ചിലർക്ക് ചിലപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കയ്യിനൊരു പുകച്ചിൽ തോന്നാം. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കൊരു 20-25 മിനിറ്റോളം ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ച് കൊടുക്കാം. അതിനുശേഷം ഒരു ചീഞ്ചട്ടി എടുത്ത് നമുക്കത് നല്ലപോലെ ചൂടാക്കിയെടുക്കണം. എന്നിട്ട് നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നല്ലപോലെ ചൂടായി വന്നു കഴിഞ്ഞാൽ നമ്മൾ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചെറിയുള്ളിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 15 ചെറിയുള്ളിയോളം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചെറിയുള്ളി ഈ എണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഉള്ളി മൂത്ത് വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് 2 എണ്ണം നടുകീറിയതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. നേരത്തെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കിയപ്പോഴും പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എരിവും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് വേണം ഇപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ഒരു 3 മീഡിയം സൈസ് സവാള നീളത്തിലരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. സവാളയും കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് ഉപ്പ് ചേർത്ത് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ സവാള നമുക്ക് പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് പറ്റും. സവാള ഒന്ന് കളറൊക്കെ മാറി വഴറ്റി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികളായിട്ട് ഒരു 4-5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പൊടിയുടെ പച്ചമുളകൊക്കെ മാറ്റി പൊടി ഒന്ന് ചൂടാക്കിയിട്ടെടുക്കുക. അതിനുശേഷം ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്കുള്ള ഉപ്പ് നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള അത്രയും ഉപ്പ് ചേർത്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ ചിക്കനും കൂടെ ഈ ചീഞ്ചട്ടിയിലേക്ക് അങ്ങോട്ട് തട്ടി കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ വഴറ്റി വെച്ചതും ഈ ചിക്കനും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളമൊന്നും നമ്മൾ ഒഴിക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ കഴുകി വാരിയെടുത്ത ചിക്കൻ ആയതുകൊണ്ട് തന്നെ അതിൽ ആവശ്യത്തിനുള്ള വെള്ളം ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ വെള്ളം ഒട്ടും തന്നെ ഒഴിച്ചിട്ടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മൾ നേരത്തെ തക്കാളി പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഈ ചിക്കനിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാധാരണ നമ്മൾ ചിക്കനിലേക്ക് തക്കാളി വഴറ്റിയെടുക്കുകയാണ് കൂടുതലും ചെയ്യാറുള്ളത്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ടേസ്റ്റിന് വ്യത്യാസം ഉണ്ടായിരിക്കും. ഒന്ന് ഇതുപോലെ ചെയ്ത് നോക്കുക. അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി കുറച്ച് സമയം നമുക്കിതൊന്ന് തുറന്ന് വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കന് ഒന്ന് ചൂടായി വന്ന് ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരട്ടെ. ആ സമയത്ത് ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് കൊടുക്കണം. ഏകദേശം ഒരു 10-15 മിനിറ്റോളം നമുക്കിത് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരണം. 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്നിട്ടും ഇത്രയും വെള്ളം വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ ഏകദേശം ഒരു 3/4 ഭാഗത്തോളം വേവായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും കഷ്ണങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ ഈ സമയത്ത് അതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നുകൂടെ നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം.
ഞാനിവിടെ ഉരുളക്കിഴങ്ങാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങും കൂടെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 10 മിനിറ്റും കൂടെ ഞാനിത് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തുറന്ന് നോക്കി കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ വെള്ളം വറ്റി കിട്ടാനുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലുള്ള ബാക്കി വെള്ളം കൂടെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അങ്ങനെ ഇതാ നമുക്ക് ആവശ്യമുള്ളത്രയും വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ അവസാനമായിട്ട് ഇനി നമുക്കിതിലേക്ക് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കണം. ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് ഒന്നുകൂടെ ഇതൊന്ന് ചൂടാക്കിയിട്ടെടുക്കാം. ഏകദേശം ഒരു 2-3 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴേക്കും ബാക്കിയുള്ള വെള്ളം കൂടെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പില തണ്ടോട് കൂടി അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം, നല്ല മണം കിട്ടാനായിട്ട്. വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഈ ചിക്കൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഈ കറിവേപ്പിലയുടെ ഇലയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്നുകൂടെ നമുക്ക് ചൂടാക്കിയെടുക്കാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുപ്പത്തൊന്നും ചീഞ്ചട്ടി മാറ്റി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല തിക്കായിട്ടുള്ള ഒരു അടിപൊളി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. കൂടെ തന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ. അപ്പോൾ ഇനി നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.